പോയി നമുക്കുള്ള പെസഹായ്ക്കുള്ള അത്താഴമൊരുക്ക്. ഞാൻ കഷ്ടമനുഭവിക്കും മുമ്പ് നിങ്ങളോടൊപ്പം ഈ പെസഹ ആചരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. ഭൂമിയിൽ സ്വർഗരാജ്യം വരുന്നതുവരെ ഞാൻ ഇനിയും ഇത് ഭക്ഷിക്കുകയില്ല. നിങ്ങൾ എന്നോടൊപ്പം പന്തിയിലിരിക്കുകയും ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ നിങ്ങൾ ന്യായം വിധിക്കുകയും ചെയ്യും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കും. സങ്കീർത്തനം 41:9 തിരുവെഴുത്ത് ഇങ്ങനെ പ്രവചിക്കുന്നു: ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നുന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, എന്നോടൊപ്പം പന്തിയിലിരിക്കുന്ന നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഇല്ല, ഇത് അങ്ങനെ നിർണയിച്ചിരിക്കുന്നു. എന്നാൽ അക്കാര്യം ചെയ്യുന്ന മനുഷ്യന് അയ്യോ. കർത്താവേ, അത് ഞാൻ തന്നെയോ? അവിടുത്തെ ഒറ്റിക്കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവേ, അത് ഞാനായിരിക്കില്ല അല്ലേ? ഗുരുവേ, ഞാൻ നിന്നെ ഒരിക്കലും ഒറ്റിക്കൊടുക്കുകയില്ല. എന്നോടൊപ്പം തളികയിൽ കൈമുക്കുന്ന നിങ്ങളിൽ ഒരുവൻ തന്നെ. ഞങ്ങൾ എല്ലാവരും തളികയിൽ കൈമുക്കിയിട്ടുണ്ടല്ലോ. ആരായിരിക്കും തന്നെ ഒറ്റിക്കൊടുക്കുന്നത് എന്ന് യേശുവിനോട് യോഹന്നാൻ കാതിൽ ചോദിച്ചു. യേശു പറഞ്ഞു, ഞാൻ അപ്പം താലത്തിൽ മുക്കിയ ശേഷം എന്നോടൊപ്പം അപ്പം മുക്കുന്നവൻ തന്നെ. ഗുരു, അത് ഞാൻ തന്നെയോ? നീ അങ്ങനെ പറയുന്നു. യേശു അപ്പം മുക്കി യൂദയ്ക്ക് കൊടുത്തു. നിനക്ക് ചെയ്യുവാനുള്ളത് വേഗത്തിൽ ചെയ്യുക. യൂദ എവിടേക്കാണ് പോകുന്നത്? ഗുരു അവൻ എവിടേക്കോ പോകാൻ പറഞ്ഞിരിക്കുകയാണ്. മടിശീല അവന്റെ കൈകളിലായതിനാൽ ദരിദ്രർക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങാൻ പോയതായിരിക്കാം. ഞാനിപ്പോൾ മഹത്വീകരിക്കപ്പെടാൻ പോകുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ ഇനിയും അധികനാൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയില്ല. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് പോകുവാൻ കഴിയില്ല. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരികയാണ്: നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് സകലരും അറിയും. സെഖര്യാവിൻ്റെ പ്രവചനത്തിൽ ഈ നാഴികയെക്കുറിച്ച് പറയുന്നു: ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുൻപായി ഗലീലയിലേക്ക് പോകും. ഈ രാത്രി നിങ്ങളെല്ലാവരും എന്നെ തള്ളിപ്പറയും. കർത്താവേ, എല്ലാവരും നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ ഒരിക്കലും നിന്നെ തള്ളിപ്പറയുകയില്ല. പത്രോസേ, കോഴി കൂകുന്നതിന് മുൻപ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. ഞാൻ നിന്നെ തള്ളിപ്പറയുന്നതിന് മുൻപ് ഞാൻ നിന്നോടൊപ്പം മരിക്കും. ഞാൻ നിന്നെ തള്ളിപ്പറയുവാൻ യാതൊരു സാധ്യതയുമില്ല. നിന്നെ തള്ളിപ്പറയാൻ തക്കവണ്ണം അവർക്കെന്നെ ഉപദ്രവിക്കാൻ കഴിയുകയില്ല. തിരുവെഴുത്ത് വ്യക്തമാണ്. നിങ്ങളെല്ലാവരും എന്നെ തള്ളിപ്പറയും. ഒരു അധർമ്മിയെപ്പോലെ അവനോട് ഇടപെട്ടുവെന്ന് യെശയ്യാ പ്രവാചകൻ എന്നെക്കുറിച്ച് പറയുന്നുണ്ട്. പത്രോസേ, നീ വിശ്വാസത്തിൽ മടങ്ങി വന്ന ശേഷം നിന്റെ സഹോദരങ്ങളെയും വിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊള്ളുക. പ്രപഞ്ചത്തിൻ്റെ രാജാവായ ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിൽ അന്നമുളവാക്കുന്നവനെ നീ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അപ്പം നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്നു. നിങ്ങൾ പെസഹ ആചരിക്കുമ്പോഴൊക്കെയും എന്നെ ഓർത്തുകൊള്ളുക. എൻ്റെ ശരീരം നിങ്ങൾക്കായി നുറുക്കപ്പെടും. ഇതാ, ഇത് വാങ്ങി ഭക്ഷിച്ചുകൊള്ളുക. ഈ വീഞ്ഞ് നിങ്ങളുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിനായി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തെ കാണിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ പങ്കിട്ട് നിങ്ങളിത് കുടിച്ചുകൊള്ളുക. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എന്നോടൊപ്പം കുടിക്കുന്നതുവരേക്കും ഈ മുന്തിരിയുടെ ഫലം ഞാൻ കുടിക്കുകയില്ല. ഭാവിയിൽ നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ വരവ് വരേക്കും എൻ്റെ മരണത്തെ ഇത് ഓർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞത് കേട്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി കഴിഞ്ഞാൽ
ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലമൊരുക്കും. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. കർത്താവേ, നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ഞങ്ങൾ അറിയില്ല. പിന്നെ അവിടത്തിങ്കിലേക്ക് വരാനുള്ള വഴി എങ്ങനെ ഞങ്ങൾ അറിയും? അതെ, നിങ്ങൾക്ക് ആ വഴി അറിയാം. ഞാൻ വഴിയും സത്യവും ജീവനും ആകുന്നു. എന്നിലൂടെ അല്ലാതെ ഒരുവനും ദൈവത്തിങ്കിലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിയുന്നുവെങ്കിൽ പിതാവിനെയും അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവിടുത്തെ കണ്ടുമിരിക്കുന്നു. യജമാനനെ, ഞങ്ങൾ തൃപ്തരാകേണ്ടുന്നതിന് ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമേ. ഫിലിപ്പോസേ, നാളുകളായി ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിട്ടും നീ എന്നെ അറിയുന്നില്ലയോ? നീ എന്നെ കണ്ടുവെങ്കിൽ നീ പിതാവിനെയും കണ്ടിരിക്കുന്നു. ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. ഞാൻ നിങ്ങളെ ഏകരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. എന്നാൽ ഇനിയും ലോകം എന്നെ കാണുകയില്ല. നിങ്ങളിൽ വസിക്കേണ്ടതിനും നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതിനും ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കും. അവിടുന്ന് നിങ്ങളിൽ വസിക്കുകയും സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തുകയും ചെയ്യും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ അനുസരിക്കുക. ലോകത്തിന് എടുത്തു കളയാനാവാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് നിമിത്തം നിങ്ങൾ സന്തോഷിക്കും. ഇവയൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതെന്നത്രേ. എഴുന്നേൽക്ക, ഒരു സ്തോത്രഗീതം പാടാം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായി തോട്ടത്തിലേക്ക് പോകാം. യേശുവും അവിടുത്തെ ശിഷ്യന്മാരും അവസാനമായി ഒരു സ്തോത്രഗീതം പാടി. മെല്ലെ എന്നോടൊപ്പം വരിക. നമുക്ക് രഹസ്യമായി ഒരു സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കാം. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ നിന്ന് പോകുമെന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ സങ്കടപ്പെടരുത്. പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വീണ്ടും കാണും. ഇപ്പോൾ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നാലും നിങ്ങളുടെ ദുഃഖം ഒരു വലിയ സന്തോഷമായി മാറും. ഞാൻ പിതാവിങ്കിൽ നിന്നും വന്നിരിക്കുന്നു. ഞാൻ വേഗം പിതാവിൻ്റെ അടുക്കിലേക്ക് തിരികെ പോകും. ഇപ്പോൾ നീ വ്യക്തമായി സംസാരിക്കുന്നു. ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവല്ലേ? എന്നാൽ അല്പനേരം കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും എന്നെ ഉപേക്ഷിക്കുകയും ചിതറിപ്പോകുകയും ചെയ്യും. ഞാൻ അല്പദൂരം പോയി പ്രാർത്ഥിക്കും വരേക്കും ഇവിടെ കാത്തിരിക്കാം. പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നീ എന്നെ ഏൽപ്പിച്ച കർത്തവ്യം ഞാൻ നിവർത്തിച്ചിരിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുൻപേ അവിടുത്തെ സന്നിധിയിൽ എനിക്കുണ്ടായിരുന്ന മഹത്വത്താൽ എന്നെ മഹത്വീകരിക്കണമേ. ഞാൻ അവിടുത്തെക്കുറിച്ച് അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വാക്കുകൾ അവർ സ്വീകരിച്ചിട്ടുമുണ്ട്. ലോകം എന്നെ പകച്ചതുപോലെ അവരെയും പകയ്ക്കും. എന്തുകൊണ്ടെന്നാൽ അവരുടെ പാപത്തെക്കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവരെ ഈ ലോകത്തിൽ നിന്ന് എടുത്തുകൊള്ളുവാനല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, പിന്നെയോ ദുഷ്ടന്റെ കരങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. അവരുടെ സാക്ഷ്യം നിമിത്തം എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അവിടുത്തോടൊപ്പം ആയിരിക്കുന്നത് പോലെ അവരെല്ലാവരും എന്നോടൊപ്പം ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിതാവേ, നീ എന്നെ സ്നേഹിച്ച സ്നേഹം അവരിൽ ഉണ്ടാകുവാനും ഞാൻ അവരിലാകുവാനും ഇടയാകട്ടെ. എൻ്റെ ആത്മാവ് അതിദുഃഖിതമായിരിക്കുന്നു, അതെ, മരണത്തോളം. പിതാവേ, കഴിയുമെങ്കിൽ ഞാൻ കുടിക്കേണ്ട ഈ പാനപാത്രം എന്നിൽ നിന്നും എടുത്തു കളയണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഞാൻ കുടിക്കേണ്ടതെങ്കിൽ ഞാനത് കുടിക്കും. യേശു ഈ ലോകത്തിലേക്ക് പാപം വഹിക്കുവാൻ വന്നവനാണ്. സമയമായപ്പോൾ ക്രൂശിന്റെ നിന്ന അവിടുന്ന് വഹിച്ചു. എന്തുകൊണ്ടെന്നാൽ സകല കാലത്തെയും സകല ജനത്തിൻ്റെയും പാപമായി അവിടുന്ന് മാറിയെന്നാണ് അതിൻ്റെ അർത്ഥം. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും എടുത്തു കളയണമേ. എന്നാൽ എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ നിറവേറട്ടെ. യേശുവിൻ്റെ വിയർപ്പ് രക്തത്തുള്ളികളായി പുറത്തു വന്നു. ഉടനെ ഒരു ദൂതൻ വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു. പരിശുദ്ധനെ, നിന്റെ കഷ്ടതയുടെ സമയം വന്നിരിക്കുന്നു. എന്നാൽ പിതാവ് നിന്നോടൊപ്പമുണ്ട്. നാളെ ലോകത്തിന്റെ പാപം നീ ചുമക്കുമ്പോൾ സ്വർഗത്തിലെ സകല സൈന്യവും അത് നോക്കിക്കൊണ്ടിരിക്കും. നീ ലോകം സൃഷ്ടിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നീ ലോകത്തെ വീണ്ടെടുക്കുമ്പോഴും ഞങ്ങൾ അവിടെ ഉണ്ടാവും. നാളെ സാത്താൻ തോൽപ്പിക്കപ്പെടും.
പാപത്തിന്റെ കടം വീട്ടപ്പെടും. അബ്രഹാമും സ്വർഗീയ സൈന്യവും അങ്ങയുടെ വരവിനായി കാത്തിരിക്കുന്നു. ശത്രുക്കളുടെ മുൻപാകെ അവർ നിനക്ക് വിരുന്നൊരുക്കിയിരിക്കുന്നു. നിന്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. നീ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എഴുന്നേൽക്ക, നാശപുത്രനായ യൂദ, നിന്നെ ഒറ്റിക്കൊടുക്കേണ്ടതിന് അടുത്തു വരുന്നുണ്ട്. പിതാവേ, ഇതിനായല്ലോ ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു നാഴിക നേരമെങ്കിലും നിങ്ങൾക്ക് എന്നോട് കൂടെ ഉണർന്നിരിപ്പാൻ കഴിയില്ലേ? എഴുന്നേൽക്ക, ഞാൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുകയാണ്. ഗുരുവേ, അവിടുത്തെ ഇവിടെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. എന്നെ പിന്തുടരുകയായിരുന്നുവെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു ഗുരുവേ. യൂദ, ഒരു ചുംബനം കൊണ്ടാണോ നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നത്? യൂദ, നീ വൃത്തികെട്ട ദ്രോഹി! അവർ എതിർക്കുകയാണെങ്കിൽ അവരെ കൊന്നുകള. നിൽക്ക, നിങ്ങൾ ആരെയാണ് തേടുന്നത്? നസ്രിയനായ യേശുവിനെ. അത് ഞാനാകുന്നു. അവന് ഭയങ്കര ശക്തിയുണ്ട്. പടയാളികൾ യേശുവിനെ ഭയന്നു. അവർ പുറകോട്ട് വീണു. അവനാണത്. നിങ്ങൾ എന്തിനു ഭയപ്പെടണം? അവനെ പിടിക്ക്. നീ എന്റെ ഗുരുവിനെ കൊണ്ടുപോകുകയില്ല. നിർത്തു, ഇനിയും ഇവിടെ രക്തം ചിന്തരുത്. പത്രോസെ, നിന്റെ വാള് ഉറയിലിടുക. എനിക്ക് ആവശ്യമെങ്കിൽ എൻ്റെ സഹായത്തിനായി 10,000-ലധികം ദൂതന്മാരെ എനിക്ക് വിളിക്കാമായിരുന്നു. ഇത് ഇരുട്ടിൻ്റെ നാഴികയാണ്. അവനെന്റെ ചെവി വെട്ടിക്കളഞ്ഞു. നിങ്ങൾ ഒരു കുറ്റവാളിയെ പിടിക്കാൻ വരുന്നത് പോലെ വാളുമായി വന്നിരിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ദൈവാലയത്തിലുണ്ടായിരുന്നുവല്ലോ. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ പിടിച്ചില്ല? എന്തുകൊണ്ടെന്ന് ഞാൻ പറയട്ടെ, തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് തന്നെ. ദൈവമേ, എന്നെ സഹായിക്കണമേ. അവിടെ പുതിയതുപോലെ തന്നെ. നിങ്ങൾക്ക് എന്നെയല്ല വേണ്ടത്. ഞങ്ങൾ എതിർക്കുന്നില്ല. എന്നെ പിടിച്ചുകൊള്ളുക, മറ്റുള്ളവർ പോകട്ടെ. ഇത് അത്ഭുതം തന്നെ. അദ്ദേഹം എന്റെ ചെവി സൗഖ്യമാക്കി. അദ്ദേഹം എന്റെ ചെവി സൗഖ്യമാക്കി. ഓടിച്ചെന്നവരെ പിടിക്കുക. ഒരുവനെയും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. നമുക്ക് പോകാം. എല്ലാ ശിഷ്യന്മാരും ഇരുളിലേക്ക് രക്ഷപ്പെട്ടു. വേഗം പോക. ആളുകൾ അറിയുന്നതിന് മുൻപ് നമ്മൾ ഇത് ചെയ്ത് തീർക്കണം. സാക്ഷികളും പുരോഹിതന്മാരും ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവർ യേശുവിനെ കൊണ്ടുവന്നു. അവർ പറയുന്നത് നീ മിശിഹയെന്ന് പറയുന്നു. ദൈവം നിന്റെ പിതാവെന്നും പറയുന്നു അത്രേ. നീ ഈ ലോകത്തുള്ളവനല്ല എന്നും പറയുന്നു. പറയൂ, നീ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ദൈവാലയത്തിലും സിനഗോഗുകളിലും പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ രഹസ്യത്തിലല്ല പഠിപ്പിച്ചത്. നീ എന്തുകൊണ്ടാണ് എന്നോട് ചോദിക്കുന്നത്? എന്നെ ശ്രവിച്ചവരോട് ചോദിക്കുക. ഞാൻ പറഞ്ഞതെന്തെന്ന് അവർക്കറിയാം. ഒരു മഹാപുരോഹിതനോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഞാൻ ദോഷമാണ് പറഞ്ഞതെങ്കിൽ ആ ദോഷത്തിന് സാക്ഷിയുണ്ടാവട്ടെ. എന്നാൽ ഞാൻ പറയുന്നത് വാസ്തവമെങ്കിൽ നീ എന്തിനാണ് എന്നെ അടിച്ചത്? ഈ മനുഷ്യന് വിരോധമായിട്ടുള്ള സാക്ഷികളെ കൊണ്ടുവരുവിൻ. മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് കൈപ്പണിയല്ലാതെ പണിയുമെന്ന് ഇവൻ പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞത്. മറ്റാരോ ദേവാലയം നശിപ്പിക്കുമെന്നും ഇവനത് പണിയും എന്നാ പറഞ്ഞത്. നീ അവിടെ ഇല്ലായിരുന്നുവോ? അവൻ പറയുന്നത് ഞാൻ കേട്ടു. അവൻ മന്ദിരം നശിപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ അവനെ തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. അവൻ തന്റെ ശരീരത്തെ നശിപ്പിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. അത് പരിഹാസ്യമായിരിക്കുന്നല്ലോ. തന്റെ ശരീരത്തെ 3 ദിവസം കൊണ്ട് അവൻ എങ്ങനെ പണിയാൻ കഴിയും? എനിക്കറിയില്ല ഇവൻ 3 ദിവസം കൊണ്ട് എങ്ങനെയാണ് മന്ദിരം പണിയുന്നത്. അവർ നിന്നെ അപവാദം പറയുന്നത് കേട്ടില്ലേ? നീ ഇതിന് ഉത്തരം പറയുന്നില്ലേ? യേശു നിശബ്ദനായി നിലകൊണ്ടു.
ഈ വിഡ്ഢി ഉത്തരം പറയില്ല. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറയുവാൻ ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിൽ ആജ്ഞാപിക്കുകയാണ്. ഞാൻ ദൈവത്തിന്റെ പുത്രനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു. നമുക്കിനി സാക്ഷികളുടെ ആവശ്യമില്ല. അവൻ പറയുന്നത് നമ്മൾ സ്വന്തം കാതുകൊണ്ട് കേട്ടതാണല്ലോ. താൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞ് അവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. ഇവൻ മരണയോഗ്യനാണ്. അവന്റെ കണ്ണുകൾ മൂടിക്കെട്ടുക. അവൻ എത്തരത്തിലുള്ള പ്രവാചകനാണെന്ന് അപ്പൊ നമുക്ക് കാണാലോ. തന്റെ വലിയ ദുഃഖം വെളിപ്പെടുത്തുവാൻ പുരോഹിതൻ തന്റെ വസ്ത്രം വലിച്ചു കീറി. അവനെ അടിക്ക്. അവൻ മന്ദിരത്തിലുള്ള എന്റെ വ്യാപാരത്തെ നശിപ്പിച്ചവനാണ്. അവന് പ്രവചിക്കാൻ പറ്റുമോ നോക്കട്ടെ. അവനൊരു അത്ഭുതം ചെയ്യട്ടെ. അവനെ പിന്നെ ഇടിക്കുക. നിന്നെ ഇടിച്ചത് ആരാണെന്ന് പറയൂ. ഞാൻ വിചാരിച്ചു നീ ഒരു പ്രവാചകനായിരിക്കുമെന്ന്. നോക്ക് അവൻ എത്ര ബലഹീനനാണെന്ന്. നിന്റെ മുറിവുകൾ നീ സൗഖ്യമാക്ക്. ഞങ്ങൾക്ക് അത്ഭുതം കാണിച്ചതാ. ഈ സമയത്ത് ദൈവാലയത്തിന്റെ വെളിയിൽ പത്രോസ് യേശുവിനെ അകലം വിട്ട് അനുഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് നിന്നെ അറിയാം. നീ യേശുവിന്റെ കൂടെയുണ്ടായിരുന്ന ആളാണ്. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളല്ലേ? എനിക്ക് യേശു എന്ന് പറയുന്ന ആ മനുഷ്യനെ അറിയില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാൻ വന്നതാണ് ഞാൻ. നിന്നെ ആ തോട്ടത്തെ ഞാൻ കണ്ടിരുന്നു. അതെ, നീ തന്നെയാണത്. എന്താ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ മനുഷ്യ? ഞാനൊരു പാവപ്പെട്ട മീൻ പിടുത്തക്കാരനാണ്. എനിക്ക് യേശു എന്ന് പറയുന്ന ഈ മനുഷ്യനെ അറിയില്ല. അതെ, നീ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ തന്നെയാണ്. പല സ്ഥലങ്ങളിലും ഞാൻ നിന്നെ അവനോടൊപ്പം കണ്ടിട്ടുണ്ട്. സ്ത്രീയെ, ഈ മനുഷ്യനെ ഞാൻ ഇതിനു മുമ്പ് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കോഴി അല്പം നേരത്തെ കൂവിയല്ലേ? അവർ അവനെ പുറത്തു കൊണ്ടുവരികയാണ്. അവനെ അവർ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട്. ശിക്ഷ ചിന്തിക്കുവാൻ അധികാരികളുടെ അടുത്തേക്ക് കൊണ്ടുപോകുവാൻ അവർ പറഞ്ഞു. ഈ പെരുവയറന്മാരായ പരീശന്മാർ അവരുടെ ജോലി മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അവനെ ചാട്ടം കൊണ്ടടിക്ക. പത്രോസ് കോഴി കൂകുന്നത് കേട്ടപ്പോൾ യേശുവിന്റെ വാക്കുകൾ ഓർത്തു. കോഴി 2 പ്രാവശ്യം കൂകുന്നതിന് മുൻപ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. തന്റെ ജീവഭയം നിമിത്തം അവൻ ലജ്ജിച്ചു. അവനെ നന്നായിട്ട് അടിക്ക്. ദൈവമേ, ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ അവനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. അവൻ പറഞ്ഞതുപോലെ തന്നെ. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ടാണ് അങ്ങിങ്ങനെ കഷ്ടപ്പെടുന്നത്? വരൂ, നേരം വെളുക്കാൻ അധിക നേരമില്ല. പിതാവേ, എന്നെ ബലപ്പെടുത്തണമേ. നിനക്ക് എന്താണ് വേണ്ടത്? നിന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് വേണ്ടത് ഞങ്ങൾ തന്നില്ലേ? എനിക്കെന്റെ മനസ്സ് മാറിയിരിക്കുന്നു. അവനെ വെറുതെ വിടുക. ഞാൻ നിങ്ങളുടെ പണം തിരിച്ചു തരാം. അത് രക്തം പുരണ്ട പണമാണ്. അത് അശുദ്ധമാണ്. ഞങ്ങളത് സ്വീകരിക്കയില്ല. ഈ ദിവസം കഴിയുന്നതിന് മുമ്പ് നിന്റെ യജമാനൻ മരിക്കും. നിനക്കൊന്നും പേടിക്കാനില്ല. മറ്റുള്ളവരെ പിടികൂടുവാനും ഞങ്ങൾക്ക് നിന്നെ ഉപയോഗിക്കുവാൻ കഴിയും. നിങ്ങളുടെ പണം എടുത്തുകൊള്ളുക. എനിക്കത് വേണ്ട. കുറ്റബോധത്തോടെ ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പാവം വിഡ്ഢി. എനിക്കിങ്ങനെ ജീവിപ്പാൻ കഴിയില്ല. ദൈവമേ, എന്നിൽ എന്ത് തെറ്റാണുള്ളത്? എന്റെ ഇച്ഛയെ എന്തുകൊണ്ട് എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല? ചിലപ്പോൾ മരണം എനിക്ക് സമാധാനം തരുമായിരിക്കും. ഞാൻ അവനവിടെ കണ്ടതാണ്. പക്ഷെ ഇത് ചെയ്യാതിരിക്കത്തവണ്ണം എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വരൂ, നമുക്ക് അവന്റെ കയർ മുറിച്ചുവിടാം. അവനിപ്പോൾ ജീവൻ ഉണ്ടായിരിക്കും. അവർ മരത്തിലേക്ക് കയറുമ്പോഴേക്കും
യൂദയുടെ ആത്മാവ് നാശത്തിന്റെ തീയിൽ മുഴുകിക്കഴിഞ്ഞിരുന്നു. അവൻ താഴേക്ക് വരുമ്പോൾ നീ അവനെ പിടിച്ചുകൊള്ളണം, അല്ലെങ്കിൽ അവൻ മലയിടുക്കിലേക്ക് വീണുപോകും. അവനൊത്തിരി ദൂരത്താണ്. അയ്യോ, ഭയങ്കരം! അവൻ നിലത്ത് വീണ് ചിതറിപ്പോയല്ലോ. എന്തോ എനിക്ക് അസ്വസ്ഥത തോന്നുന്നു. ഇതും പ്രവാചകൻ പ്രവചിച്ച കാര്യമാണ്. എന്തേ നിങ്ങൾ വീണ്ടും ഒരു മതവെറിയനെ കൊണ്ടുവന്നിരിക്കുന്നത്? കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണമനുസരിച്ച് ഇവനെ കൈകാര്യം ചെയ്യൂ. ഇവൻ മരണയോഗ്യനാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇവനെ നിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരില്ലായിരുന്നു. ഒരു ദൈവദൂഷികനെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള ഞങ്ങളുടെ അധികാരം നീ എടുത്തു കളഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ നിന്റെ അനുവാദം തേടി വന്നതാണ്. അവന്റെ കുറ്റം എന്താണ്? അവൻ താൻ രാജാവാണെന്ന് അവകാശപ്പെടുകയാണ്. നീ യഹൂദന്മാരുടെ രാജാവോ? ഇപ്പോൾ എൻ്റെ രാജ്യം ഐഹികമല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എൻ്റെ ദാസന്മാർ എൻ്റെ ജീവൻ രക്ഷിക്കുവാൻ പോരാടുമായിരുന്നു. അപ്പോൾ നീ ഒരു രാജാവ് തന്നെയോ? ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കുവാനാണ് ഈ ലോകത്തിലേക്ക് വന്നത്. സത്യത്തിനുള്ള ഓരോരുത്തരും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. മരണയോഗ്യമായി യാതൊരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല. ഞാനിവനെ എന്താണ് ചെയ്യേണ്ടത്? അവനെ ക്രൂശിക്കൂ, അവനെ ശിക്ഷയ്ക്ക് വിധിക്കൂ. അവനെ കൊണ്ടുപോയി ചാട്ട കൊണ്ടടിക്ക്. എത്ര അടി കൊടുക്കണം? എത്ര കൂടുതൽ കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്ക്. 39 അടി. പ്രസംഗകന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണാം. 1.5 അടി നീളം വരുന്ന കൈപ്പിടിയുള്ള ചാട്ടയാണ് അന്ന് ഉപയോഗിച്ചത്. 3 അടി നീളമുള്ള 9 തോൽവാറുകൾ, അതിൻ്റെ ഓരോന്നിൻ്റെയും അഗ്രത്ത് മുനയുള്ള കല്ലുകളോ അല്ലെങ്കിൽ എല്ലുകളോ കെട്ടിയിരിക്കും. ശക്തമായി! അവന്റെ സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ എവിടെയാണ്? കരുണയ്ക്കായി അവൻ യാചിക്കുന്നില്ലല്ലോ. മിക്കവാറും ഇതവനെ കൊന്നുകളയും. എങ്കിലും അവന്റെ അത്ഭുതങ്ങൾ നാം ഒന്ന് കാണട്ടെ. 35, 36, 37, 38, 39. അവന്റെ വിലാപ്പുറം വഷളായിപ്പോയി. ഒരു രാജാവിനെ അടിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അവനൊരു രാജാവാണെന്ന് അവൻ പറഞ്ഞില്ലേ? അതുകൊണ്ട് ഈ രക്താംബരത്തിന്റെ അങ്കി അവനെ അണിയിക്ക്. രാജാവിനൊരു കിരീടവും വേണ്ടേ? ഇതൊരു നല്ല കിരീടമുണ്ടാക്കാൻ കൊള്ളാം. അയ്യോ! മഹാനെ, ഈ ചെങ്കോലും പിടിച്ചുകൊള്ളുക. ആ കിരീടം അവന്റെ തലയിൽ നന്നായി അമർത്തി വെക്ക്. സർവലോകത്തിന്റെയും രാജാവേ, ഞങ്ങൾ നിന്നെ കിരീടം ധരിപ്പിക്കുകയാണ്. ഇപ്പൊ നീ എഴുന്നേറ്റ് നിൽക്കൂ. രാജാവേ, നിന്റെ ചെങ്കോൽ പിടിച്ചുകൊള്ളുക. രാജാവ് നീണാൾ വാഴട്ടെ. അതെ, ഭാഗ്യമുണ്ടെങ്കിൽ സന്ധ്യ വരെ ജീവിക്കട്ടെ. റോമൻ രാജാവിന് താടിയില്ല. ഇപ്പോൾ കണ്ട ഒരു രാജാവിനെ പോലെയുണ്ട്. ഇത് കൊള്ളാമല്ലോ. ഇവൻ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നില്ലല്ലോ. ഇവനെ പീലാത്തോസിന്റെ അടുക്കിലേക്ക് മടക്കിക്കൊണ്ടുപോകാം. ഇതാ നിങ്ങളുടെ രാജാവ്. ഞങ്ങൾക്ക് കൈസർ അല്ലാതെ വേറെ രാജാവില്ല. ഇതാ മനുഷ്യൻ. ആ മനുഷ്യനെ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അവനെ കൊണ്ടുപോയി ക്രൂശിക്കാം. ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. കുറ്റമില്ലെന്ന് എങ്ങനെ പറയാനാണ്? അവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് സ്വയം അവകാശപ്പെട്ടല്ലോ. ദൈവത്തിന്റെ പുത്രൻ? അവനെ എന്റെ അരികിൽ കൊണ്ടുവരിക.
നീ ആരാണ്? എന്തുകൊണ്ടാണ് നീ എന്നോട് ഉത്തരം പറയാത്തത്? നിന്നെ മരണത്തിലേക്ക് ഏൽപ്പിക്കാനുള്ള അധികാരം എനിക്കുണ്ടെന്നറിയില്ലേ? ഉയരത്തിലുള്ള എൻ്റെ പിതാവ് നൽകിയിട്ടല്ലാതെ നിനക്ക് യാതൊരു അധികാരവുമില്ല. ഞാൻ പറയട്ടെ, ഈ മനുഷ്യനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. ഞാൻ ഇദ്ദേഹത്തെ വിടുകയാണ്. നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിക്കുക. അവനുള്ള കുറ്റപത്രം ഞാൻ എഴുതി തരാം. എന്നാൽ ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇപ്പൊ നിന്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ പോയി? അവനത് കിട്ടാൻ പോകുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എഴുന്നേൽക്ക്, അല്ലെങ്കിൽ ഈ ചാട്ട കൊണ്ട് നിന്നെ ഞാൻ അടിക്കും. നീ ഇങ്ങോട്ട് വാ. ഈ മനുഷ്യന്റെ കുരിശ് ചുമക്കാൻ നീ അവനെ സഹായിക്ക്. ഞാനോ? ഇവൻ എന്താണ് ചെയ്തത്? അവൻ എല്ലാവരെയും സ്നേഹിച്ചു. യേശുവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചൊല്ലിക്കരവിൻ. യെരൂശലേമിലുള്ളവർ ഭയന്നൊളിക്കുകയും മരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാലം വരുന്നു. താൻ മരിക്കുവാനുള്ള സ്ഥലത്തേക്ക് യേശു തന്റെ കുരിശ് ചുമന്നുകൊണ്ടുപോയി. അന്ന് 2 കള്ളന്മാരും അവനോടൊപ്പം കുരിശ് ചുമന്നു. യേശുവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അനേക ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് സംസാരിക്കുവാൻ ഭയമായിരുന്നു. ഇതാ, ഇത് വാങ്ങി കുടിക്ക്. നിന്റെ വേദനയ്ക്ക് ഒരു സംഹാരമുണ്ടാകും. ഇല്ല, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റിയേ മതിയാകൂ. ഇപ്പോഴും അവൻ ദൈവത്തിന്റെ പുത്രനാണെന്നാണ് അവന്റെ വിചാരം. അവന്റെ കൈ നീട്ടിവെച്ച് കടത്ത്. ചുറ്റുകയുമാണ്, എടുത്തുകൊണ്ടുവരൂ. അവനെ ശക്തമായി മുറുകെ പിടിക്ക്. ആദ്യത്തെ അടിക്ക് തന്നെ അവൻ പ്രാന്തനായി മാറും. ഈ എല്ലുകൾക്കിടയെ ആ തടിയിലേക്ക് അത് ചെല്ലുന്നത് വരെ അവനെ ശക്തമായി പിടിച്ചുകൊള്ളുക. ഓ, എന്റെ മകനെ! എന്തുകൊണ്ടാണ് അവൻ ദൈവപുത്രനാണെന്ന് അവൻ കരുതുന്നത്? ആർക്കറിയാം, ഏതോ ഒരു പഴയ പ്രവചനമാണത്. കാലുകളെ മുറുക്കെ പിടിക്കുക. എന്തെന്നാൽ ആ എല്ലുകളിലൂടെ ആണിയിറങ്ങുവാൻ പല പ്രാവശ്യം അടിക്കേണ്ടതായിട്ട് വരും. മറിയ, എനിക്കിത് സഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇവൻ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എടാ മണ്ട, വലിക്ക്. എടാ മടിയം പന്നി, നിന്നെ ഞാൻ സഹായിക്കാം. യോഹന്നാനെ, നീ ഇവിടെയുള്ളത് എനിക്ക് വളരെ സന്തോഷമാണ്. ഇത് വളരെ വിസ്മയം തന്നെ. നാമെല്ലാം അവനെ തള്ളിക്കളഞ്ഞു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് ക്ഷമിക്കണമേ. ഇതാണ് അവന്റെ അങ്കി. ഇത് ഞാൻ എടുക്കുകയാണ്. വേണ്ട, ഇത് നമുക്ക് 4 പേർക്കും പങ്കിട്ടെടുക്കാം. ഇത് നമുക്ക് കീറാൻ കഴിയില്ല. ഇത് കൂട്ടി നെയ്തിരിക്കുകയാണ്. നമുക്ക് അതിനുവേണ്ടി പകിടി ഉരുട്ടി നോക്കാം. അവർ ഒരു വസ്ത്രം പങ്കിട്ടെടുക്കുമെന്നും മറ്റത് ചീട്ടിട്ടെടുക്കുമെന്നും തിരുവെഴുത്ത് പ്രവചിച്ചിട്ടുണ്ട്. ഉയർന്ന പകിട എല്ലാം കൈവശമാക്കും. ലിയോ, നോക്ക്, നിന്റെ മേൽ രക്തം വീണുകൊണ്ടിരിക്കുന്നു. അവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, പക്ഷെ തന്നെ രക്ഷിക്കാൻ അവനാകുന്നില്ല. യേശു, നീ മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞില്ലേ? നിന്നെ തന്നെ രക്ഷിച്ച് കുരിശിൽ നിന്ന് ഇറങ്ങി വാ. ഇസ്രായേലിന്റെ രാജാവായ ക്രിസ്തുവേ, ഞങ്ങൾ കണ്ട് വിശ്വസിക്കുന്നതിന് ഇപ്പോൾ നീ കുരിശിൽ നിന്നും ഇറങ്ങി വാ. ദൈവം അവനെ വിടുവിക്കുമെന്ന് അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. അവൻ ദൈവത്തിൽ സന്തോഷിക്കുന്നത് കൊണ്ട് ദൈവം അവനെ വിടുവിക്കട്ടെ. വഞ്ചകൻ! ഇതാ, ഇത് കുടിക്കൂ. ഇത് നിന്റെ വേദനയെ കുറയ്ക്കും. ഇല്ല, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ
താഴേക്ക് ഇറങ്ങി വാ, നമുക്ക് ചില റോമാക്കാരെ കൊന്നുകളയാം. നീ എന്തിനാണ് അങ്ങനെ പ്രതിജ്ഞ എടുത്തത്? നീ മരിക്കുവാൻ പോകുന്ന നേരത്തും ദൈവത്തിനെ ഭയപ്പെടുന്നില്ലേ? നാം ഈ അനുഭവിക്കുന്നതിന് നാം അർഹരാണ്. എന്നാൽ ഇത് യേശുവാണ്. അവിടുന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. യേശുവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. ഇന്ന് തന്നെ നീ എന്നോട് കൂടെ പരദീസയിൽ ഇരിക്കും. യോഹന്നാനെ, എന്റെ അമ്മയെ നീ പരിപാലിക്കണം. ഞാനത് ചെയ്യാം. ഓ യേശുവേ, എന്തിന്? യേശു ക്രൂശിലേറിയ സമയത്ത് 3 മണിക്കൂറോളം ആകാശം രാത്രി പോലെ ഇരുണ്ടുപോയി. അത് ഇരുട്ടിന്റെ നാഴികയായിരുന്നു. ക്രിസ്തു എന്ന മനുഷ്യൻ ലോകത്തിന്റെ പാപങ്ങൾക്കായി മരിക്കുകയായിരുന്നു. പാപത്തിന്റെ ഭാരം മുഴുവനും അവിടുത്തെ മേൽ വീണപ്പോൾ അവിടുന്ന് ഇങ്ങനെ നിലവിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ദൈവം അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. പിതാവേ, അവിടുത്തെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു. യോഹന്നാൻ, അവൻ മരിക്കുകയാണ്. അവൻ മരിക്കുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതാ നിവൃത്തിയായി. എന്നിട്ട് അവിടുന്ന് ജീവനെ വിട്ടു. ഉടൻ തന്നെ വലിയ ഭൂകമ്പമുണ്ടായി. എന്താണ് ഈ സംഭവിക്കുന്നത്? ആകാശം ഇരുളുന്നു. ഇപ്പോൾ ഇതാ ഭൂകമ്പം ഉണ്ടാകുന്നു. ഇത് യേശുവാണ്, യഹൂദന്മാരുടെ രാജാവ്. അവൻ അത്ഭുതം ചെയ്യുന്നവനാണ്. അവൻ ഇപ്പോൾ അത്ഭുതങ്ങളൊന്നും ചെയ്യുന്നില്ല. അവൻ മരിച്ചു കഴിഞ്ഞു. അതാ പിന്നെ വെളിച്ചമുണ്ടാകുന്നു. ഇതൊരു അസാധാരണമായ ദിവസമാണ്. അതെ, ഈ മനുഷ്യൻ മരിച്ച ശേഷമാണല്ലോ ഇത് സംഭവിക്കുന്നത്. വാസ്തവത്തിൽ ഇവൻ ദൈവപുത്രൻ തന്നെയാണ്. അവരുടെ കാലുകൾ ഒടിച്ചു കളയാൻ നമുക്ക് ഉത്തരവുണ്ട്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് അവർ മരിച്ച് അവരെ ക്രൂശിൽ നിന്ന് ഇറക്കണമെന്നാണ് ഉത്തരവ്. കാരണം നാളെ ശബത്ത് ദിവസമാണ്. അവന്റെ കാലുകൾ ഒടിക്കേണ്ട ആവശ്യമില്ല. അവൻ മരിച്ചു കഴിഞ്ഞു. അവൻ മരിക്കുന്ന മുമ്പ് എന്താണ് പറഞ്ഞതെന്നറിയാമോ? അവനെ കൊല്ലുവാൻ ഏൽപ്പിക്കുന്ന നമ്മോട് ക്ഷമിക്കണമേ എന്നാണ് അവൻ പിതാവിനോട് അഭ്യർത്ഥിച്ചത്. അത്ഭുതം ചെയ്യുന്ന ഒരു പരിശുദ്ധനാണ് അവനെന്ന് അതിനാൽ എനിക്ക് ബോധ്യമായി. അവിടുന്ന് ക്രൂശിക്കപ്പെടുമെന്നും അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും ഒടിഞ്ഞു പോകുകയില്ല എന്നും പ്രവചിക്കപ്പെട്ടിരുന്നു. അങ്ങനെ അത് നിവൃത്തിയായി. അതുകൊണ്ട് പടയാളികൾ യേശുവിനെ ഒഴിവാക്കി ആ കള്ളന്മാരുടെ കാലുകൾ ഒടിച്ചു. എന്തായാലും അവിടുത്തെ കാലുകൾ അവർ ഒടിച്ചില്ലല്ലോ. മരിയ, അവന്റെ അടക്കത്തിനുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. സൂര്യാസ്തമയത്തിങ്കൽ ശബത്ത് ആരംഭിക്കും. അതുകൊണ്ട് വേഗം ചെയ്യണം. ശവശരീരം എത്രയും വേഗം കല്ലറയിൽ വെക്കണം. 12 അപ്പോസ്തലന്മാരിൽ ഉൾപ്പെടാത്ത ധനികനായ യോസേഫ് യേശുവിനെ അടക്കുവാൻ തന്റെ സ്വന്തം കല്ലറ വിട്ടുകൊടുത്തു. ശബത്തുടനെ ആരംഭിക്കും. എൻ്റെ സ്വന്തം പുതിയ കല്ലറയിൽ നമുക്ക് അവിടുത്തെയെ അടക്കാം. ജോസഫേ, നീ ചെയ്യുന്നത് വലിയൊരു നന്മയാണ്. നീ നല്ലൊരു സുഹൃത്തായിരിക്കും.